കല്യാണിയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിതമെറ്റിക് സീക്വൻസിനെ നമ്മൾ ആദ്യത്തെ ഭാഗം എടുത്തു കഴിഞ്ഞു, സീക്വൻസ് കഴിഞ്ഞു. പിന്നെ അരിതമെറ്റിക് സീക്വൻസിലേക്ക് നമ്മൾ കടന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ഇതാ കണക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിതമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ്, സീക്വൻസ് എങ്ങനെ എഴുതാം, അത് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ. ഇതിപ്പോ എല്ലാവർക്കും കിട്ടുന്നതാണ്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് 4th ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്റ്റെയർ കേസിന്റെ പടമാണ് കേട്ടോ അവർ വരച്ചിരിക്കുന്നത്. In the staircase shown here, the height of the first step, ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് 10 സെന്റിമീറ്റർ. പിന്നെയുള്ള ഓരോ സ്റ്റെപ്പും തന്നിരിക്കുന്നത് 70.5 70.5 വെച്ചിട്ട് ഓരോന്നും. ആദ്യത്തെ മാത്രം 10 കേട്ടോ. ഇത് 70.5, ഇത് 70.5, ഇങ്ങനെ പോവുകയാണ്. ഇത്രയാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ തന്നിരിക്കുന്നത് മനസ്സിലായില്ലായിരിക്കും സ്റ്റെപ്പുകള്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം 10, പിന്നത്തെ 70.5 അങ്ങനെ 70.5 തന്നെ എല്ലാതും. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഹൈ വുഡ് ദ ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step. ഓരോ സ്റ്റെപ്പും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടി ഇങ്ങോട്ട് കയറിയപ്പോ ഈ കുട്ടി കയറിയ ഹൈറ്റ് എത്ര കയറിയിട്ടുണ്ടാവും? ഇവിടെ നിൽക്കുന്ന കുട്ടി ഇവിടെ നിന്ന് ആ കുട്ടിയുടെ സ്റ്റെപ്പ് കയറാണ് അല്ലെ. ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ എത്ര ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലേക്ക് ആ കുട്ടി പോയിട്ടുണ്ട്? 10 സെന്റിമീറ്റർ അല്ലെ. അത് കഴിഞ്ഞാൽ ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step. ഓരോ സ്റ്റെപ്പും കഴിയുമ്പോ എത്രയാവുന്നത്? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എത്ര എത്തും? 10 കിട്ടി. പിന്നത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ അങ്ങനെ എഴുതണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് 10, സെക്കൻഡ് സ്റ്റെപ്പ് ആവുമ്പോ എത്രയാണ്? പ്ലസ് 70.5. ഇവിടെ വന്ന് എത്തിയ കുട്ടി, ആ കുട്ടി ഉയരത്തിൽ നിൽക്കാണ് 10 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റെപ്പ് കയറുമ്പോ പിന്നത്തെ സ്റ്റെപ്പ് 17.5 കൂടി ഉണ്ട്. അപ്പൊ ടോട്ടൽ ആ കുട്ടിയുടെ ഹൈറ്റ് എത്രയായി? 10 + 17 അപ്പൊ എത്രയായി? 27.5 അല്ലെ. 10 + 17.5. ഈ 10 ആദ്യത്തെ സ്റ്റെപ്പിൽ എത്തി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോ ഈ 17 കൂടി കൂട്ടണം. അപ്പൊ 27.5. പിന്നെ മൂന്നാമത്തെ കുട്ടി എത്രയാ? ചെയ്ത് നോക്കണേ നിങ്ങള്. ഈ 27.5ന്റെ കൂടെ വീണ്ടും കൂട്ടാം. എത്ര കിട്ടുന്നത്? 17.5 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 27.5ന്റെ കൂടെ 17.5 കൂട്ടിയാൽ 45 കിട്ടി. അടുത്തത് പിന്നത്തെ സ്റ്റെപ്പ്. ശരിക്കും നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ 3 എഴുതിയാൽ മതി. ഇതിൽ കുറെ സ്റ്റെപ്സ് ഉണ്ട്. 1 2 3 4 5 6 എണ്ണുണ്ട്. പക്ഷെ നിങ്ങൾ 6 എഴുതണ്ട. അടുത്തതും കൂടി ഒരെണ്ണം എഴുതാ. എത്രയാണ്? ഇഷ്ടംപോലെ എഴുതാട്ടോ നിങ്ങൾക്ക്. അതിന്റെ കൂടെ 17.5 കൂട്ടിയാൽ മതി. അപ്പൊ 45ന്റെ കൂടെ 17.5 കൂട്ടുമ്പോ എത്ര കിട്ടി? 62.5 കിട്ടിയില്ലേ? അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ്. എളുപ്പല്ലേ? എന്താ ഫസ്റ്റ് ചോദ്യത്തിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് 10. ശരിക്കും മനസ്സിലാക്കുക എല്ലാവരും. ആദ്യത്തെ സ്റ്റെപ്പിൽ 10 ഉള്ളൂ. പിന്നത്തെ ഓരോ സ്റ്റെപ്പും 15 ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കയറുമ്പോ ഈ കുട്ടി 10 മീറ്റർ ഉയരത്തിലെത്തി. രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ഈ 10ന്റെ കൂടെ ഇവിടുത്തെ സ്റ്റെപ്പ് എത്രയായി? 17.5. അപ്പൊ 27.5. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ കുട്ടി എവിടെ എത്തി? ഇതിന്റെ കൂടെ എത്രയാണ്? 45 അല്ലെ. 17.5 കൂടി 45. ഇവിടെ നിന്ന് വീണ്ടും ആ കുട്ടി കയറി ഇവിടെ എത്തി. അപ്പൊ മുകളിലെത്തി ഇപ്പൊ എത്രയായി? 62.5. ഇതെങ്ങനെ കിട്ടിയേ? ബൈ ഹാർട്ട് പഠിക്കാനല്ല വേണ്ടത് കേട്ടോ. ഈ 10ന്റെ കൂടെ 17.5 കൂട്ടി. അപ്പൊ 27.5. 27.5ന്റെ കൂടെ വീണ്ടും 17.5. 45. 45ന്റെ കൂടെ വീണ്ടും 17.5. അടുത്ത സ്റ്റെപ്പ് എത്തിയില്ലേ? മുകളിലെത്തിയില്ലേ? അപ്പൊ എത്രയായി? 62.5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ചോദ്യം എഴുതിയോ? ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step. ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴും ആ കുട്ടി എത്ര ഉയരത്തില് എത്തിയിട്ടുണ്ടാവും? എല്ലാവരും എഴുതണം. ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോ എത്ര എത്തിയെന്ന് എഴുതാ 10. എന്നിട്ട് എഴുതാ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ. ദ ഹൈറ്റ് ഫ്രം ദ when the boy reaches the second step. അത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എഴുതാം. നമുക്ക് ഇത് എഴുതാം. ഫോർത്ത് സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. അതിന് ശേഷമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അവർ പറയുന്നത് ഇത് സീക്വൻസ് ആക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ സീക്വൻസ് ആക്കി വെക്കല്ല ചെയ്തത്. ആദ്യത്തെ സ്റ്റെപ്പ് 10 എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ ഇത് കൂട്ടി എഴുതാം. 10 + 17.5 27.5 എഴുതാം. പിന്നത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ ശരിക്കും എഴുതാ, അത് കൂട്ടുക. 27.5ന്റെ കൂടെ 45
കൂട്ടാം. വീണ്ടും 45ന്റെ കൂടെ 17.5 കൂട്ടിയാൽ 62.5 കിട്ടും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത് അങ്ങനെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതില് റൈറ്റ് ദിസ് നമ്പേഴ്സ് ആസ് സീക്വൻസ്. ഈ നമ്പേഴ്സ് ഒക്കെ എടുത്ത് സീക്വൻസ് ആക്കി നിങ്ങൾ ഇങ്ങനെ നിരത്തി എഴുതി വെച്ചിട്ടില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ്. അത് എടുത്ത് സീക്വൻസ് ആക്കി എഴുതണം. പക്ഷെ സീക്വൻസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ എഴുതരുത്. 4 എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ സീക്വൻസ് എഴുതാൻ? എപ്പോഴും അവസാനത്തെ കഴിഞ്ഞാൽ കോമ ഇടാം, എന്നിട്ട് ഡോട്ട്സ് ഇടാം. കാരണം കണ്ടിന്യൂ ചെയ്തോളൂ. സീക്വൻസ് ഒരിക്കലും നിർത്തരുത് കേട്ടോ. ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് സീക്വൻസ്. കിട്ടിയ ക്വസ്റ്റ്യൻ എളുപ്പമല്ലോ. ആ പടം വരക്കാനൊക്കെ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ട്രയാങ്കിൾ ആണ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ഓരോ വശങ്ങളും എത്ര വരച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5 വരച്ചിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5 വര വരയ്ക്കാം. ഇതൊരു സൈഡ് താഴത്തെ വരയ്ക്കാം. അത് കഴിഞ്ഞ് അതിനൊരു അക്യൂട്ട് ആംഗിൾ ആണ് കേട്ടോ. അക്യൂട്ട് ആംഗിൾ എന്താണെന്നറിയില്ലേ? എന്താണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കുറവ് ഒരു അക്യൂട്ട് ആംഗിൾ വരയ്ക്കാം. എന്നിട്ട് ഈ 5 വര വരയ്ക്കാം. പക്ഷെ അവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ചോദ്യം വായിച്ചോക്കാം ആദ്യം. ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർ ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇതെല്ലാം സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം എക്സ് ആണ്. കിട്ടിയോ? ഇവിടെ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്. സെയിം അളവിലാണ് ഡിസ്റ്റൻസ്, സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം കിട്ടിയോ? ഈ പിക്ചറിൽ ദ പെർപെൻഡിക്കുലർ ടു ദ ബോട്ടം ലൈൻ, ഈ ലംബ രേഖകള് ഈക്വലി സ്പേസ്, അതിന്റെ ഉള്ളിലെ സ്പേസ് ഈക്വൽ ആണ് എന്ന്. ഇനി എന്താ തെളിയിക്കാൻ? അപ്പൊ ഇതാണ് തന്നിട്ടുള്ളൂ. ഇനി തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് കണ്ടിന്യൂ ലൈക്ക് ദിസ്, ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ the length of the perpendiculars form an arithmetic sequence. അതെന്തായിരിക്കും? ഈ ലെങ്ത് ഓഫ് ദിസ് പെർപെൻഡിക്കുലർ ലൈൻ ഇതില്ലേ, നമ്മൾ ആദ്യം നീളത്തിൽ പേര് കൊടുക്കാം. ഇവിടെ ABCDE പേര് കൊടുത്തില്ലേ? അതേപോലെ തന്നെ ഇവിടെ പേര് കൊടുക്കുക PQRST ഇങ്ങനെ കൊടുക്കാണ്. അപ്പൊ ഏതൊക്കെയാ? AP, പിന്നെന്താണ് അടുത്ത ഏതാണ്? BQ. പിന്നെ അടുത്തത് അടുത്ത പെർപെൻഡിക്കുലർ ലൈൻ CR, പിന്നത്തെ പെർപെൻഡിക്കുലർ ലൈൻ SD, പിന്നത്തെ TE. ഇങ്ങനെ ഈ പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം സെയിം ആണെന്നല്ല, എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന്. പ്രൂവ് ദാറ്റ് ദ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർസ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അതിന് നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ പീഡ് അവിടെ ഇല്ലേ, പീഡ് അവിടെ നിന്ന് നേരെ വരയ്ക്കാം. അതുപോലെ തന്നെ ക്യൂഡ് അവിടെ നിന്ന് ഇങ്ങനെ. ഇപ്പൊ നമുക്ക് ഓരോ ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട് എല്ലാരും? ഇവിടെ പേര് കൊടുക്കാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പേര് കൊടുക്കാം. LMO ഇതില്ലേ. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആണ്. ഇത്രയും വരച്ചു കഴിഞ്ഞു എല്ലാവരും. ആദ്യം ഒരു ലൈൻ വരച്ചു, അതിനുള്ള സ്പേസ് ഇത് എഴുതാന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാം ഒന്നാണ്, തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ് ഇട്ട് കൊടുത്തത്. അതൊക്കെ തന്നതല്ല, ഇതെല്ലാം സെയിം ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ അല്ല ആവശ്യം, നമുക്ക് ഇവിടെയാണ് ആവശ്യം. ഈ ട്രയാങ്കിൾ ആണ് നോക്കുന്നത് കേട്ടോ. ഈ ട്രയാങ്കിളില് ഈ AB നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ് അല്ലെ, സെയിം അളവാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാരിയബിൾ, ഒരു ചരം, ഏതെങ്കിലും ഒരു വാരിയബിൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എക്സ് കിട്ടും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എത്രയാ വരുന്നത്? ഡിസ്റ്റൻസ് ഇവിടെയൊക്കെ സെയിം ആണ്. ഈ AB തന്നെയാണ് BC. ഈ BC അല്ലേ ഇവിടെ വരിക. അപ്പൊ AB എക്സ് ആണെങ്കിൽ ഇത് എക്സ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? എക്സ്. CD എക്സ് തന്നെ, DEയും എക്സ് ആണ്. അപ്പൊ ഇതും എക്സ്. കിട്ടിയോ? ഇനി
ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ലൈൻ ആകുമ്പോ ഇതിന്റെ പാരലൽ ആണ് ഇത് രണ്ടും. ഈ രണ്ട് ലൈനുകൾ ഇങ്ങനെ പാരലൽ അല്ലേ, അതിനെ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യും കേട്ടോ. ഒന്ന് ശരിക്കും പുസ്തകം ഒന്ന് തിരിച്ചു പിടിക്കാം. ഈ രണ്ട് പാരലൽ ലൈനെ ഇങ്ങനെ ഒരു ലൈൻ നോക്ക്, ഇത് രണ്ടുമാണ് പാരലൽ ലൈൻ. അതിന് ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളും ഈക്വൽ ആണ്. എന്താ കാരണം? വരുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതും ഈക്വൽ ആണ്. കാരണം എന്താ വരുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് മലയാളം എന്താ? സമാന കോണുകള്. കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകള് തുല്യമാണ്. കിട്ടിയോ? അപ്പൊ ഈ വശം തുല്യായി, ഈ ആംഗിളും ഈക്വൽ ആയി. അതുപോലെ തന്നെയാണ് ഈ രണ്ട് പാരലൽ ലൈൻ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോ ഈ ആംഗിളും ഈക്വൽ ആണ്. സെയിം റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ ആംഗിൾ പിയും നോക്ക്, ആംഗിൾ ഇവിടുത്തെ പി, ഇന്ന് ആംഗിൾ പി എന്ന് പറയുന്നത് എങ്ങനെ പറയാ? ക്യൂ പി ഇവിടെ എല്ലാണ്. ക്യൂ പി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഇവിടുത്തെ എന്താണ്? ആർ ക്യൂ എന്ന് പറയുന്ന ഈ ആംഗിളും ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് സൈഡും ഈ രണ്ട് ആംഗിൾസ് ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആയി സർവസമമായി കഴിഞ്ഞാൽ ഈ വശം തുല്യമാണ് ഇതിലെ ഈ രണ്ട് ആംഗിൾസും, ഈ വശവും ഇതിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയാൽ മൂന്നാമത്തത് ഈ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് കിട്ടി QL is equal to RM. കിട്ടിയോ? ഫസ്റ്റ് ഈ ഒരെണ്ണം മനസ്സിലാക്കിയ എല്ലാം കിട്ടും. അപ്പൊ ഒന്നുകൂടി ഇത് പറയാം. ഇവിടെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ AB BC CD ഈ ഡിസ്റ്റൻസ് സെയിം ആണ് തന്നിട്ടില്ല കേട്ടോ. ഇത് വേറെയാണ്. നമ്മളോട് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ളത്, ബിയിൽ നിന്ന് സിയിലേക്കുള്ളത്, സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് ഇയിലേക്ക്. ഈ ഡിസ്റ്റൻസ് ആണ് അവർ പറയുന്നത് സെയിം ആണ്. ഇത് സെയിം ആണെങ്കിൽ ഈ വരകൾ സെയിം ആവും. ഏതാ? PL. കാരണം ഇവിടെ നിന്നുള്ള അകലം തന്നെയാണ് ഇവിടെ PL. മനസ്സിലാവണില്ലേ? ഈ അകലം തന്നെയാണ് ഇവിടെ. അതേപോലെ തന്നെ ഈ അകലം തന്നെ ഇവിടെ, ഈ അകലം ഇവിടെ. അപ്പൊ ഇതെല്ലാം X ആയിരുന്നെങ്കിൽ ഇതെല്ലാം X സെയിം ആയി. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചാൽ ഇത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇതും ഈക്വൽ ആണ്. അത് ചെയ്തില്ലെങ്കിൽ വേണ്ടില്ല, ഇത് ഒരെണ്ണം ചെയ്താൽ മതി. കാരണം പിന്നെ ഇത് 90 ഡിഗ്രി ആണ്. പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. അതല്ലെങ്കിൽ നമുക്ക് കാർഡിനേറ്റ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകൾ. നിങ്ങൾ ഒരെണ്ണം കണ്ടാൽ മതി. ഇത് സമാന കോണ്, ഇത് സമാന കോണ്, പിന്നെ ഇത് 90 ആണ്. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ്. ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ ഈ സൈഡ് QL is equal to RM. കിട്ടിയോ? QL എന്ന് പറഞ്ഞാൽ RM ആണ്. അടുത്തത് ഇതും എടുക്കാം. ഇപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് എടുത്തു, നമ്മൾ എഴുതിയില്ലേ? അടുത്തത് ഈ ട്രയാംഗിളും എടുത്തേ. ഇത് X ആണ്, ഇത് X അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് പാരലൽ ലൈൻ എടുക്കുന്ന സമയത്ത് ഇത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആയി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്? ഈ RM is equal to എന്താണ്? SN അല്ലേ? SN. അടുത്തത് ഈ ട്രയാംഗിളും എടുക്കാം. അപ്പൊ അതിൽ വന്ന ഈ വശവും തുല്യാണ്. ഈ ആംഗിളും ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് കറസ്പോണ്ടിങ് ആംഗിൾ സമാന കോണുകൾ കേട്ടോ. പിന്നെ ഇത് 90. അപ്പോ ഈ സൈഡും ഈക്വൽ ആയി. SN is equal to TO കേട്ടോ. TO. ശരിയോ? അപ്പൊ ഈ പടത്തില് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഓരോ ട്രയാംഗിൾസ് ഇത് ഇങ്ങനെ വരയ്ക്കാം. ഈ വശം തന്നെയാണ് ഇവിടെ. ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടി ഫസ്റ്റ് വൺ QL ഉം RM ഉം ഈക്വൽ ആണ്. അത് കഴിഞ്ഞാൽ ഈ ട്രയാംഗിളും ഈ രണ്ട് ട്രയാംഗിൾസ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ RM is equal to SN. പിന്നെ ഈ രണ്ട് ട്രയാംഗിൾസ് കൺസിഡർ ചെയ്തു. അപ്പൊ SN is equal to TO. കിട്ടിയോ? ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമ്മള് QL എന്ന് പറഞ്ഞാൽ നമ്മൾ D കൊടുക്കുകയാണ്. D
ഇത് ഡി ആണെങ്കിൽ ഇതും എന്താണ് ഡി തന്നെയല്ലേ. ഈ ആറമും എന്താണ് ഡി. ഇനി ആറും ഡി ആണെങ്കിൽ എസ് എൻ എത്രയാ ഡി അല്ലെ. ഇനി എസ് എൻ ഡി ആണെങ്കിൽ ടി ഒ എത്രയായി ഡി. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിയും. ഇനിയാണ് നമ്മൾ ചോദ്യത്തിലേക്ക്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കണം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മളോട് അരിത്തമെറ്റിക് സീക്വൻസ് ആക്കി. ഇതല്ലേ എഴുതാൻ പറയുന്നത്? ഇതാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. നമ്മൾ ഓരോ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും. ഈ ട്രയാങ്കിൾസിനെ നമ്മൾ ഈക്വൽ ചെയ്തിപ്പോ എന്താണ് ഈ വശവും അല്ലെ. ക്യു എല്ലും ആർ എമ്മും ഈക്വൽ ആണ്. ആർ എമ്മും എസ് ഡിയും ഈക്വൽ ആണ്. എസ് ഡിയും ടി ഒയും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഹൈറ്റ് എഴുതാം. നമ്മളോട് ചോദ്യം കൊണ്ട് വായിച്ചു നോക്കിയത് എന്താ പറഞ്ഞിരിക്കുന്നത്? Prove that the continuing like this, the length of the perpendicular line, it form an arithmetic sequence. അപ്പൊ ആദ്യത്തെ ലൈൻ എഴുതാം AP. AP നിങ്ങൾ AP തന്നെ എഴുതാം. AP എന്താണ്? AP തന്നെ, വേറെ തന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ ലൈൻ BQ. BQ എങ്ങനെ എഴുതാം നമുക്ക്? AP പ്ലസ്, ഇവിടെ AP ആണെങ്കിൽ ഇതും AP തന്നെയല്ലേ അല്ലേ, സെയിം അങ്ങനല്ലേ. അപ്പൊ ഇത് നമുക്ക് എഴുതാം AP പ്ലസ് ഏതാ D. രണ്ടാമത്തെ. ഇനി അടുത്തത് നിങ്ങൾ എഴുതാം. സീക്വൻസ് ആയിട്ട് എഴുതുന്നതിന് മുമ്പ് ഓരോന്നും എടുത്ത് എഴുതാം കേട്ടോ. CR എന്ന് പറഞ്ഞ ഈ ലൈൻ എങ്ങനെയാ? ഈ ലൈൻ CR എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? ഇവിടത്തോളം വരെ കിട്ടി. അതിന്റെ കൂടെ ഒരു ഡിയും കൂടി കൂട്ടിയാ പോലെ എന്ന് പറഞ്ഞാൽ ഈ BQ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആദ്യം എടുത്ത് എഴുതാം AP = AP, BQ = എന്താണ്? AP പ്ലസ് D. ഇനി CR = എന്താണ്? ഇവിടെ വരെ ഉണ്ട്, അതിന്റെ കൂടെ ഡിയും കൂടി കൂട്ടണം. അപ്പൊ ഇതിന്റെ കൂടെ എന്താണ്? AP പ്ലസ് ഡിയുടെ കൂടെ ഒരു ഡിയും കൂടി കൂട്ടി. അപ്പൊ ഇവിടെ വരെ എത്തി. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഇനി എസ് ഡി, ഇത് എസ് ഡിക്ക് എന്താ വല്ല ഇവിടെ വരെ ഇതുണ്ട്, അതിന്റെ കൂടെ ഒരു ഡിയും കൂടി കൂട്ടണം. ഇതിന്റെ കൂടെയാണ് AP പ്ലസ് ഡി പ്ലസ് ഡി. ഇവിടെ വരെ ഉണ്ട്, അതിന്റെ കൂടെ ഈ ഒരു ഡിയും കൂടി കൂട്ടാം. അടുത്ത ചോദ്യം എഴുതാം. TE ഈ ലൈൻ എത്രയാണ്? ഈ DS ഇതല്ലേ എസ് ഡി, അതിന്റെ കൂടെ ഒരു ഡിയും കൂടി കൂട്ടണം. അപ്പൊ എത്രയാണ്? AP പ്ലസ് 3 ഡി ഉണ്ട്, D പ്ലസ് D പ്ലസ് D പ്ലസ് D 4 ഡി. ഇനി ഇതൊന്ന് കൂട്ടി എഴുതാം. ഇതേതാ? AP, ഇവിടെ AP പ്ലസ് D, ഇതെത്രയാ? AP പ്ലസ് D പ്ലസ് D 2 ഡി. AP പ്ലസ് 2D, ഇവിടെ D പ്ലസ് D പ്ലസ് D. അപ്പോ AP പ്ലസ് 3D, പിന്നെ ഇവിടെ എത്ര ഡി ഉണ്ട്? 4 ഡി. അപ്പൊ AP പ്ലസ് 4 ഡി കിട്ടിയില്ലേ? ലെങ്ത് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. ആ ലൈനുകളുടെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത്, ലംബരേഖയുടെ നീളം AP എന്ന് പറഞ്ഞ ലംബരേഖയുടെ നീളം, BQ എന്ന് പറഞ്ഞ ലംബരേഖയുടെ CR, അതുപോലെ തന്നെ DS, പിന്നെ TE കിട്ടിയില്ലേ? ഇനി ഇത് ഇപ്പൊ സീക്വൻസ് എഴുതി കഴിഞ്ഞു. സീക്വൻസ് നിങ്ങൾ ഇങ്ങനെ കോമ്പിട്ട് എഴുതാം, എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഫൈൻഡ് വെദർ ഇറ്റ് വാസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. എന്താ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ? എങ്ങനെയാ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം? സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇത് x1 x2 x3 x4 x5 അങ്ങനെയല്ലേ ഓരോ ടേംസ്. അപ്പൊ സെക്കൻഡ് ടേമിൽ നിന്ന് കുറച്ച് AP പ്ലസ് ഡിയിൽ നിന്ന് AP കുറച്ചായിട്ടില്ല. AP നിങ്ങൾ ശരിക്കും മൈനസ് ചെയ്ത് ഡി ഇവിടെ കണ്ടുപിടിക്കണം. AP പ്ലസ് ഡിയിൽ നിന്ന് മൈനസ് ഇങ്ങനെ എഴുതണം. AP പ്ലസ് ഡി മൈനസ് AP. അപ്പൊ എത്ര കിട്ടും? AP പ്ലസ് ഡിയിൽ നിന്ന് മൈനസ് AP. AP നിന്ന് AP മൈനസ് 0. അപ്പൊ ബാക്കി എത്ര കിട്ടി? D കിട്ടിയില്ലേ? ഇനി അതേപോലെ രണ്ടാമത്തെ നിന്ന് മൂന്നാമത്തെ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കാം. AP പ്ലസ് ഡി ആണിത്, AP പ്ലസ് 2D ആണ്. AP പ്ലസ് 2D നിന്ന് D കുറച്ചാൽ ഒരു D അല്ലേ? അപ്പൊ എത്ര കിട്ടുന്നത്? AP നിന്ന് AP കുറച്ചാൽ 0. 2D നിന്ന് ഒരു D കുറച്ചാൽ അവിടെ നമുക്ക് കിട്ടുമ്പോ എത്രയാണെന്ന്? ഒരു D. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. AP പ്ലസ് 2D ഏതിന്ന് കുറയ്ക്കണം? AP പ്ലസ് 3D നിന്ന്. അതിന് AP കുറച്ചാൽ 0 ആണ്. 3D നിന്ന് 2D കുറച്ചാൽ അവിടെയും കിട്ടുമ്പോ എത്രയാണെന്ന്? D ആണ്. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. AP മൈനസ് AP 0. 4D നിന്ന് 3D കുറച്ചാൽ ഒരു D. അപ്പൊ എല്ലാത്തിനും D ആണ് ഡിഫറൻസ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കിട്ടും എല്ലാവർക്കും? അപ്പൊ ഇത് വലിയൊരു കണക്കാണ്, ശരിക്കും മനസ്സിലാക്കാൻ. ഇത് ഇവിടെ മാത്രം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ.
ഈ എ ബിയുടെ നീളമാണ് ഇവിടെ. ഇത് കിട്ടിയില്ലല്ലോ ഈ നീളം, ഇവിടെ ഈ നീളം, ഇതിന്റെ ഇവിടെ നീളം. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് എഴുതണം. ഏത് ട്രയാങ്കിൾ ആണ്? പി എൽ ക്യൂ. കിട്ടിയോ? പിന്നെ ക്യൂ എൽ എം ആണ് കേട്ടോ. ക്യൂ എം ആർ. പിന്നെ ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾസ് ഒക്കെ കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഈ സൈഡുകൾ എഴുതി. പിന്നെ ലെങ്ത് ഓഫ് ദ ലെങ്ത് ഓഫ് ദിസ് ഹൈറ്റ്, ആ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ലെങ്ത് എല്ലാം എഴുതാം. അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് അതിനെ അരിതമെറ്റിക് സീക്വൻസ് ആക്കാനായിട്ട് ഓരോന്നും മൈനസ് ചെയ്ത് ശരിക്കും കാണിക്കട്ടെ. ഇങ്ങനെ എഴുതിയാൽ പോലെ നിങ്ങൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. പിന്നത്തെ സ്റ്റെപ്പ് ഇങ്ങനെ താഴെ താഴെ എഴുതാം. അപ്പൊ എല്ലാത്തിലും ഡി ആണ് ഡിഫറൻസ് കിട്ടാം. therefore നമ്മൾ എഴുതണം പൊതുവ്യത്യാസം ഡി ആയതുകൊണ്ട് ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്, ഇതൊരു സമാന്തര ശ്രേണി ആണ് എന്ന് എഴുതണം. അപ്പൊ 2 കണക്കാണ് നമ്മൾ ചെയ്തത്. ഈ 2 കണക്കും നാളേക്ക് നന്നായി ചെയ്യാം. ഈ കണക്ക് 2 പ്രാവശ്യം വീതം ചെയ്യണം കേട്ടോ. എല്ലാവരും മനസ്സിലാക്കാം. നാളേക്ക് ഇത് നന്നായിട്ട് ചെയ്തിട്ട് വരിക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതിലൊരു കണക്കും കൂടിയുണ്ട്, അത് അടുത്ത ദിവസം ചെയ്തതാണ്. ഓക്കെ.